സർവകലാശാല സെനറ്റിലെ ഇടതു പ്രമേയത്തിനെതിരെ കോൺഗ്രസ് ബി.ജെ.പി അംഗങ്ങൾ. സർവകലാശാലയിൽ എത്രയും പെട്ടെന്ന് സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കണമെന്നാണ് യു.ഡി.എഫിന്റെ ആവശ്യം. അതേസമയം സെർച്ച് കമ്മിറ്റിയിലേക്ക് ബി.ജെ.പിയും യു.ഡി.എഫും പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും പരിഗണിച്ചില്ല. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടത് സെനറ്റാണെന്ന നിലപാടാണ് കോൺഗ്രസിനും ബി.ജെ.പിക്കും. സെനറ്റ് യോഗത്തിൽ മുൻ കാലടി സർവകലാശാല വി.സി MC ദിലീപ് കുമാറിന്റെ പേരാണ് യു.ഡി.എഫ് നിർദ്ദേശിച്ചത്. മുൻ ആരോഗ്യ സർവകലാശാല വി.സി MKC നായരുടെ പേര് ബി.ജെ.പി നിർദ്ദേശിച്ചു. പക്ഷേ യോഗത്തിൽ ബി.ജെ.പി കോൺഗ്രസ് അംഗങ്ങൾക്ക് സംസാരിക്കാൻ പോലും അവസരം ലഭിച്ചില്ല. നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് സെനറ്റ് അംഗമായ N വിൻസെന്റ് MLA കുറ്റപ്പെടുത്തി. രാഷ്ട്രീയമായ പോരിലൂടെ സർവകലാശാലയുടെ യശസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ അക്കാദമിക് താല്പര്യങ്ങളുമെല്ലാം ഹനിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും, ഗവർണറായിരുന്നാലും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമായിരുന്നാലും, രണ്ടുപേരും ഈ സർവകലാശാലയിലെ വിദ്യാഭ്യാസ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ്. ഇതിൽ യു.ഡി.എഫിന് ശക്തമായ എതിർപ്പുണ്ട്. സെനറ്റ് യോഗത്തിലും പുറത്തും ബി.ജെ.പി യു.ഡി.എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. മന്ത്രി VC-യെ മറികടക്കാൻ ശ്രമിച്ചെന്നും യോഗം അലങ്കോലമാക്കാനാണ് ഇടത് അംഗങ്ങൾ ശ്രമിച്ചതെന്നും ബി.ജെ.പി സെനറ്റ് അംഗങ്ങളും കുറ്റപ്പെടുത്തി. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി അവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. യോഗം അലങ്കോലപ്പെടുത്താൻ വന്നവരോടൊപ്പം നിന്നുകൊണ്ട് പലതവണ യോഗം പിരിച്ചുവിടാനും യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. സർവകലാശാലയെ അനാഥമാക്കാതെ സ്ഥിരം VC-യെ നിയമിക്കണമെന്ന നിലപാടാണ് യു.ഡി.എഫിന്. ഇനി വൈസ് ചാൻസലറുടെ നീക്കം നിരീക്ഷിക്കുകയാണ് യു.ഡി.എഫ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.